அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ കേട്ടോ. നമ്മുടെ EG കപ്പിൻ്റെ അടുത്തൊരു മാച്ചിൻ്റെ ആയിട്ടാണ്. സോ ഇന്ന് നമ്മൾ കളിക്കുന്നത് വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ ഒപ്പമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ അലക്സ് ആണ് അവിടെ ഓപ്പോണ്ട്. സോ ചെക്ക് എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവളുടെ റാങ്കിങ് കാര്യം നോക്കാം. ഓക്കെ, 5000 ആണ് കേട്ടോ അവളുടെ വേൾഡ് റാങ്കിങ്. 5120. അത്യാവശ്യം അപ്പോൾ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് പെർഫോമൻസ് ചെയ്യണ ഒരു പ്ലെയറിനെയാണ്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താവുമെന്ന്. അപ്പോൾ ഒന്നുമില്ല, ജയിക്കണം. വോട്ടെക്സ് എന്നാണ് ടീമിൻ്റെ പേര് തോന്നുന്നുണ്ട്. തെറ്റിയില്ല, ഞാൻ ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ കറക്റ്റുള്ള പേര്. സോ അലക്സ് ആണ് ഓപ്പോണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മാക്സിമം എന്തായാലും കളി ജയിക്കാൻ നോക്കണം. ചെക്കൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ടൂർണമെൻറ്റ് കുഴപ്പമില്ല, എല്ലാ കളി ഇങ്ങനെ ജയിച്ചു പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കളിക്കുന്നത് ക്യുക്ക് കൗണ്ടറാണ്. ഫോർമേഷൻ 4-2-1-3 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തതുകൊണ്ട് കാണുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഹോമാണ് കേട്ടോ. സോ സിഗ്നൽ ഇടാൻ പാർക്ക് കിടക്കട്ടെ. ഒപ്പോ ജേഴ്സി ബ്ലാക്ക് മെഡലിന് മതിയോ? നീല കൊടുക്കണോ? വേണ്ട, ബ്ലാക്ക് മെഡലിന് മതി. സോ ഇത് മതി. അപ്പോൾ നമ്മുടെ ടീം ഇതാ നെറ്റ്വേർഡ് ഫോമോട്ടാണല്ലോ. കക്കനെ കൊണ്ടുവരാം. കക്ക വരട്ടെ, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് നോക്കിയാൽ മതി. ഇത് മതി. നമുക്ക് എന്തായാലും ഒപ്പോ നോക്കാം. അള്ളിയ ക്രോസിങ് ആണല്ലോ എൻ്റെ പൊന്നെ. അപ്പോൾ കോളർ റൊണാൾഡോ ആണ്. ലെഫ്റ്റ് മിഡ്ഫീൽഡ് നമ്മുടെ കാർലോസിനെ വെച്ചിട്ടാണ് ക്രോസിങ് കേട്ടോ. സബിൽ കുഴപ്പമില്ല, കുറച്ച് FQB പ്ലെയർ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ മെയിൻ സ്കോഡ് സെറ്റാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗെയിം പ്ലേ എന്താവുന്നത്. ക്രോസിങ് ആണ് നമ്മൾ. പക്ഷേ ക്രോസിങ് വെച്ചിട്ട് ഞാൻ മറ്റേ ടാറ്റിക്സ് ഒന്നും ഉപയോഗിക്കില്ല. വെച്ചാൽ ഇവിടെ മാൻമാർക്ക് ഇട്ട് കാർലോസിനെ മുട്ടിൽ നമുക്കറിയാം. നമ്മൾ കളിക്കുമ്പോൾ ഡയറക്റ്റ് വില കളിക്കാറുള്ളൂ. തോക്കാണെങ്കിൽ തോക്കും, ജയിക്കുകയാണെങ്കിൽ ജയിക്കും. പക്ഷേ എനിക്കെന്താ പറയുക, ടാറ്റിക്സ് കഴിഞ്ഞാൽ വലിയ ടാറ്റിക്സിനല്ല. ഞാൻ എൻ്റെ സെയിം ആ പ്ലെയർ അങ്ങോട്ട് വിശ്വസിച്ചാണ്ട് കളിക്കുക, അടിക്കുക, ഈ പ്ലെയർ അടിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയാം, ടാറ്റിക്സിനെ മാറ്റാറില്ല. ആര് വന്നാലും ക്രോസ് ഇട്ട് കളിക്കാനും മറ്റേ വന്നാലും അങ്ങനെ കളിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ടാറ്റിക്ഷൻ ഗെയിമിലത്തെ ടാറ്റിക്സിനായ നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. ക്ലോപ്പാണ്. അപ്പോൾ എന്തായാലും ഫെബ്രിയോ കപ്പലോ വേഴ്സസ് ക്ലോപ്പ്. അപ്പോൾ ലോങ് ബോൾ കൗണ്ടർ വേഴ്സസ് ക്യുക്ക് കൗണ്ടറാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പണി കിട്ടാണ്ട് തന്നെ. ഓക്കെ, റൂമി ആൻഡ് ഇറ്റ്സ് വിയേര. ലോഫ്റ്റ് അടിച്ച് റൂമി ആൻഡ് പാസ്റ്റ് റൊണാൾഡോ ടു കക്ക. ഓക്കെ, റൊണാൾഡോക്ക് വെക്കാം. റൊണാൾഡോ കേളടിച്ചോക്കാം. റൊണാൾഡോ അടാ, ഡബിൾ ടച്ച് ആൻഡ് ബൂം മതിയായിരുന്നു. ഞാൻ വെറുതെ കേളടിച്ചു. നല്ല കേളായിരുന്നു ഒറ്റ സംഭവം. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈമിന് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് കിട്ടിയത്. 3 ബാക്ക് ആയതുകൊണ്ട് ബാക്ക് കൂട്ടണ്ടോ എൻ്റെ. ഓക്കെ, ബീച്ചേഴ്സ് മൈക്കിളാണ് കേട്ടോ. പ്രസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ചെയ്യാൻ നോക്കാം. കോളറാണ് ചെങ്ങായിൻ്റെ തലയുടെ മുകളിൽ കൂടെ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. അഗൈൻ മിസ് പാസ് വിയേറ ആൻഡ് ഇറ്റ്സ് കാർലോസ്. എൻ്റെ മുത്ത ക്രോസിങ്ങിനാകുമ്പോൾ ഉണ്ടാവുക. അളിയ ഹോയിനസ് ആൻഡ് ക്രോസ് കോളർ. ഓക്കെ, ഓഫ് സൈഡാണ്. ഭാഗ്യമുണ്ട്. ഫസ്റ്റ് ടൈമിൻ്റെ ഒരു ക്രോസാണ് കേട്ടോ. ഞാൻ ഗോളായി വിചാരിച്ചു, പക്ഷേ ഭാഗ്യത്തിൽ ഓഫ് വിളിച്ചത്. ഓക്കെ ഐസ്, നമ്മുടെ ഉള്ളിറങ്ങാൻ മോളിക്ക് കൊടുക്കാൻ. അടി. ഓക്കെ, ഓൻ്റെ വയ്ക്കാൻ പോയി മെസ്സി ആൻഡ് ഇറ്റ്സ് ഹോയിനസ് ടു ഡിയോങ് ടു കാർലോസാണ്. പക്ഷേ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് എങ്ങനെ കളി വരുന്നത് എനിക്കറിയാത്തത്. ആൻഡ് വിയർ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. കക്ക ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ ടു പിർലോ ടേൺ എടുക്കാം. ഓക്കെ, പോയി. കാർലോസ് ടു ഹോയിനസ് ടു കോളർ. എടാ മാൾഡീനി, ക്ലിയർ. ഗുഡ് ഫ്രം മാൾഡീനി ആൻഡ് ഇറ്റ്സ് കാർലോസ്. എടാ തമാശ. ഓക്കെ, ഗുഡ്. എടാ ഫൗൾ. നല്ല ടാക്കിളായിരുന്നു, പക്ഷേ യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫൗളാണ് കേട്ടോ. അത് എന്തായാലും ക്രോസിന് അമ്മയ്ക്കരുത്, വേറെ ഒന്നുമില്ല. കോളറാണ് ഗൈസ്, ഷെഡി കയറും. ഓക്കെ, റോബർട്ടോ കാർലോസ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. കോളറിനായിരിക്കും മിക്കവാറും. ഓക്കെ, അവൻ സ്വിച്ച് വേഴ്സ് അമർത്തിയിട്ടുണ്ട്. ക്ലിയർ. അളിയ കോളറിനെ എത്തിയെങ്കിൽ പണി പാളിയായിരുന്നു ഗൈസ്. ഒലിവർഗാനാണ്. നമുക്ക് എന്തായാലും മോഡിക്ക് കൊടുക്കാം. റൊണാൾഡോക്ക് അല്ലേ? എടാ എഡ് ചെയ്ത് പിറലോ ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ ടു കക്ക
ത്രൂ ബോൾ ടു ബെയിൽ കണ്ടിട്ടോ മടയിൽ ക്രോസ് ഇടാം വേറെ കാര്യം. ഓക്കെ ബെയിൽ ത്രൂ ബോൾ വയ്ക്കാൻ കക്കിക്ക് ബട്ട് മിസ്സായി. എന്തായാലും വീണ്ടും ഒരു ത്രോയിനാണ് നമുക്ക്. ആൻഡ് ബെയിൽ ടു കക്ക ടു ബെയിൽ. ഓക്കെ നൈസ്. പോയോ പോയി തൂറം എടാ മെസ്സി മിസ്സായി. ഡിയോങ് ആൻഡ് പാസ് ടു റോബർട്ടോ കാർലോസ്. നൈസ് ഡ്രിബിളാണ് കേട്ടോ എൻ്റെ പൊന്നളി. നമുക്ക് നൈസ് കളി ഞാൻ കേട്ടോ. ആൻഡ് കാർലോസ് അളിയ കോളറാണ്. കിൻഡല് സേവ് കിട്ടോ മുത്തേ, പൊളിച്ചു ഒന്നും പറയാല്ല. ഗ്രേറ്റ് സേവ് ഫ്രം ഒലിവർ ഖാൻ കിടിലൻ ഒരു സേവ് ഇട്ടിരിക്കുകയാണ് നമ്മളുടെ. അതാരാ ഡിയോങ് അടിച്ചു വന്നിട്ട്. പക്ഷേ വീണ്ടും ഒരു കോർണറാണ് മൂപ്പർക്ക്. റോബർട്ടോ കാർലോസ് ആൻഡ് ഇറ്റ്സ് മെസ്സി. അവിടെ പ്രസ് ചെയ്ത് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തൂറം പോയി. ഓക്കെ പിർലോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിർലോ നമുക്ക് ടാക്കിൾ ചെയ്യാം. ഓക്കെ നൈസ് ഓൺ. എടാ റൂമി എടുക്കുമോ? റൂമി ചെല്ലടാ റൂമി. ഓക്കെ നൈസ് സ്ട്രൈക്ക് ഫ്രം റൂമി. ഓക്കെ അടുപ്പിച്ചോക്കാം കേൾ റൂമി. യോ വാട്ട് എ ബ്യൂട്ടിഫുൾ കൗണ്ടർ അറ്റാക്ക് എൻ്റെ മുത്ത. പിർലോൻ്റെ ടാക്കിളും റൂമിയുടെ റണ്ണും വാട്ട് എ ഗോൾ. സോ 1-0 ആണ്. പ്രസിംഗ് കേട്ടോ നല്ല രീതിയിൽ തന്നെ എൻ്റെ പൊന്നെ. മാൾഡീനി ടു മെസ്സി ടാക്കിൾ. ഓക്കെ നൈസ് ടാക്കിൾ ഫ്രം മാൾഡീനി ആൻഡ് ഇറ്റ്സ് കക്ക ടു പിർലോ ടു റൊണാൾഡോ. ഓക്കെ കക്ക മേക്കിംഗ് എ റൺ. ഓക്കെ കക്ക ഔട്ട് ചെയ്യാം. കക്ക ടേൺ എടുക്കാം. ഓക്കെ ആൻഡ് ഇറ്റ്സ് ബെയിൽ ത്രൂ ബോൾ ടു കക്ക. ഗുഡ് വൺ. ഓക്കെ കക്ക ക്രോസ് വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ ലേശത്തിന് പോയടാ. ഗുഡ് ട്രൈ. ഇപ്പോൾ 34 മിനിറ്റ് അതിൻ്റെ ഗൈസ്. എടാ എഡ് ചെയ്ത് റൊണാൾഡോ എന്ന് പറയുന്നത് ഞാൻ. ആൻഡ് മാൾഡീനി ടു മെസ്സി. ഗുഡ് വൺ. മെസ്സി ഗുഡ് ഡ്രിബ്ലിംഗ് ഫ്രം മെസ്സി ആൻഡ് പാസ് ടു റൊണാൾഡോ ടു റൂമി. ഓക്കെ റൂമി അടിച്ചോക്കാ. റൂമി എടാ ഫേക്ക് ഇട്ട് പോയില്ലടാ. കിട്ടണ്ടായിരുന്നത്. ഓക്കെ മെസ്സി ആൻഡ് ഇറ്റ്സ് കോളർ ടു. ഓക്കെ തൂറം ഇസ് ദെയർ, നത്തിങ് ടു വെറി. ഓക്കെ മെസ്സി അഗെയിൻ ടേൺ എടുക്കാം. പിർലോ മേക്കിംഗ് എ റൺ ആൻഡ് പിർലോക്ക് പാസ് പോയിട്ട് ടേൺ എടുക്കുമോ? ഓക്കെ ഒരു ക്രോസ് ആവാം. അയ്യോടാ ഗോൾഡ് ആയിക്കോ. മെസ്സി കാർലോസ്. ഓക്കെ ഗുഡ് ടാക്കിൾ ഫ്രം സാലിബ അഗെയിൻ. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിന് കക്ക. റൊണാൾഡോ എടുത്തേ ആൻഡ് ഇറ്റ്സ് റൊമിനിങ് മെസ്സി. ഓക്കെ പിർലോ ക്രോസ് വയ്ക്കാം. ഡിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ്സ് എ കോർണർ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓഫാണ് വരുന്നിട്ട് ക്രോസ് വാങ്ങി, കാരണം റൊണാൾഡോ മുന്നിൽ കയറിയായിരുന്നു. ഓക്കെ വീണ്ടും ഒരു കോർണറാണ്. നമുക്ക് എന്തായാലും കേളി തുള്ളിക്ക് കൊടുക്കാം. ഓക്കെ ഗുഡ് വൺ. സെലിബ് എത്തിയില്ല. ഓക്കെ പിർലോ. ഓക്കെ അടുപ്പിച്ചോക്ക. തൂറം ഉള്ളിയോ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ബട്ട് ഡിപ്പിങ് ഷോട്ടുണ്ട് തൂറത്തിൻ്റെ, ഒരു രക്ഷയില്ല. എന്തായാലും 1-0 ആണ് ഹാഫ് ടൈമിന്. 4 ഷോട്ട് ഒരു ടാർഗറ്റ്, 3 ഷോട്ട് ഒരു ടാർഗറ്റ്. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. കിടിലെ ഷോട്ടായിട്ട് തൂറത്തിൻ്റെ ലാസ്റ്റത്തെ സാധനം ഡിപ്പിങ്. സോ സെക്കൻഡ് ഹാഫ് എന്താവും നോക്കാം. എന്തായാലും അടിക്കാൻ നോക്കണം മാക്സിമം. ഒരു ഗോൾ വന്ന് പെട്ടയില്ലേ, പെട്ട ഗോളായിട്ട് ഒന്നും പറയില്ല. കിടിലൻ ഗോൾ. ഓക്കെ ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കക്ക, റൊണാൾഡോ, പിർലോ, മെസ്സി, ത്രൂ ബോൾ ടു തൂറം. എടാ ബിറ്റ്. ഓക്കെ ഒരു ഫൗളാണ് കേട്ടോ. ഓനറിയാം ഞാൻ പാസിന് മുട്ട് കഴിഞ്ഞാൽ പണി വാളുന്നു. ഓൻ ടാക്റ്റിക്കലായിട്ടാണ് വെട്ടിയത്. ഓനും പറയില്ല, കാരണം ഞാനത് കാണിക്കാറുണ്ടല്ലോ, എനിക്കറിയണമല്ലേ. ഓക്കെ മെസ്സിയാണ്. നമുക്ക് എന്തായാലും ലോഫ്റ്റർ കളിക്കാൻ ഇങ്ങോട്ട് ബെയിലെ ഹെഡ് തന്നെ. ഓക്കെ ഗുഡ് വൺ റൊണാൾഡോ. അയ്യോടാ ഞാൻ ഷോട്ട് വയ്ക്കാൻ നോക്കിയത്, ലോങ് ആയി പോയി. എൻ്റെ പൊന്നളിയാ മെസ്സി ടാക്കിൾ. ഗുഡ് വൺ. അയ്യോ പെട്ട ടാക്കിളായിടാ അത്. ഓക്കെ റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് കക്ക ഡബിൾ. മെസ്സിക്ക് എത്തിയില്ല. എൻ്റെ പൊന്ന അതെന്താ സാധനം. എൻ്റെ അളിയ പിർലോ ചത്ത് കിടന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് സലീബ. അയ്യോ പണി പാടിയായിരുന്നു ഇപ്പോൾ. ഒലിവർ ഖാൻ പാസ് ടു തൂറം ടു സലീബ ടു മാൾഡീനി ആൻഡ് മാൾഡീനി ടു ബെയിൽ. ഗുഡ് വൺ. ബെയിൽ ടു റൊണാൾഡോക്ക് വയ്ക്കാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ കക്ക. ഓക്കെ കക്ക നൈസ് വൺ. ഓക്കെ ബെയിലിന് വെച്ച് നോക്കാം. ബെയിൽ ക്രോസ് ഇട്ട് നോക്കാം. ആൻഡ് ഇറ്റ്സ് റൊണാൾഡോ. എൻ്റെ പൊന്നെ വാട്ട് എ മൂവ് ഗായ്സ്. ഒരു രക്ഷയില്ലാത്ത മൂവായിരുന്നു, പക്ഷേ ഗോളാക്കാൻ പറ്റില്ല. റൊണാൾഡോ വീണ്ടും ഒരു ഓപ്പൺ ഹെഡർ മിസ്സാക്കിയിരിക്കുകയാണ്. എന്തായാലും കിടിലൻ ട്രൈസാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഒരു രക്ഷയില്ല പറയാം. ആൻഡ് പീച്ചേഴ്സ് മൈക്കിൾ ഹെഡ് ചെയ്തേ. പക്ഷേ കോളറിനകത്ത് ഹെഡ് ചെയ്തെടുക്കാൻ പണിയടാ. ക്രോയിഫ്. എൻ്റെ അളിയ പണി തരുമോ എൻ്റെ അളിയ. എടോ ഓഫായത് ഭാഗ്യം ഗായ്സ്.
കയ്യിൽ നിന്ന് പോയി വന്നായിരുന്നു അത് ഭാഗ്യം. ഓക്കെ എന്തായാലും നമുക്കെന്തായാലും സബ് ഇറക്കാം കേട്ടോ. സോ സ്ലാട്ടൻ വരട്ടെ, എട്ടോ വരട്ടെ, ക്രോയിഫ് വരട്ടെ, റൈറ്റ് കൊണ്ട് വരട്ടെ, പെലെ നെയ്മർ നെറ്റ്വേഡൊക്കെ ഫോമാണല്ലോ. നമുക്ക് നെറ്റ്വേഡിനെ കൊണ്ടുവരാം. പെലേനെ കൊണ്ടുവരണോ? സിദോർഫ് മത്യൂസൊക്കെ ഫോമാ അല്ലേ? ചെക്ക് ഔട്ട് എടുക്കട്ടെ, പിർലോനെ എടുക്കട്ടെ. ഓൻ്റെ ഏതാ എൻ്റെ ഫോർമ മാറ്റിയിട്ടില്ല കേട്ടോ ഒന്നും. പക്ഷെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിർലോനെ എടുക്കട്ടെ പറ്റില്ലേ? പിർലോ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഒലിവർക്കാൻ ലോഫ്റ്റ് അടിച്ചു, സ്ലാട്ടനെ വെച്ചു. പക്ഷേ പോയത് നെറ്റ്വേഡ്. സ്ലാട്ടനെ ഒഴിവാക്കി. ഓക്കെ നെറ്റ്വേഡ് ആൻഡ് ഇറ്റ്സ് ബെയിൽ. ഓക്കെ ബെയിലാണ് ഗൈസ്. ബെയിൽ ത്രൂ ബോൾ ടു സ്ലാട്ടൻ. ടേൺ എടുക്കാം. ഓക്കെ നൈസ് വൺ. ഓക്കെ ടേൺ എടുക്കാം. ഗുഡ് വൺ. സ്ലാട്ടൻ ടാക്കിളാണ്. പക്ഷെ എന്തായാലും വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. സ്ലാട്ടൻ വിഷയം തന്നെ കേട്ടോ. സ്ലാട്ടൻ ഒരു രക്ഷയില്ല, പെർഫോമൻസ് വന്നിട്ടില്ല ടൂർണമെൻറ്റിൽ ഇതുവരെ. സോ നമുക്ക് അതിൽ ഉള്ളിക്ക് കൊടുക്കാം. സ്ലാട്ടൻ എവിടെ? ഓക്കെ സ്ലാട്ടൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. സ്ലാട്ടൻ്റെ അടുത്തേക്ക് പോയിക്കണ്, ഹെഡ് ചെയ്തു. പക്ഷേ ടാർഗറ്റിക്ക് എത്തിയില്ല. എടാ പന്തെടുത്ത് ഹെഡ് ചെയ്ത് തുറാം ഹെഡ് ചെയ്ത്. മെസ്സി ആൻഡ് സലീബ എടുത്തിട്ടുണ്ട്. ഭാഗ്യം ഫ്രാങ്കി ഡിയോങ്. ഓക്കെ സലീബ ടാക്കിൾ. ഗുഡ് വൺ ആൻഡ് ഇറ്റ്സ് എത്തിയില്ല. എത്തല്ല, ലോങ് ആയിപ്പോയി കുറച്ച്. റോബർട്ടോ കാർലോസ് അഗെയിൻ പാസ് ടു മെസ്സി. ഓക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബെയിൽ ആൻഡ് ഇറ്റ്സ് ക്രോയിഫ് ത്രൂ ബോൾ ടു എട്ടോ. ഓക്കെ എട്ടോ ക്രോയിഫിന് വയ്ക്കാം. എത്തിയില്ല. ഡിയോങ് ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. അളിയ കോളർ. ഓക്കെ ബെയിൽ. ഓക്കെ ബെയിൽ എടുത്തിട്ടുണ്ട്. ലോഫ്റ്റ് അടിച്ചു. എടാ എന്ത് ലോഫ്റ്റ് ബോൾ അത്? ഷെട്ടോ കൊടുത്തില്ല. ഓക്കെ കാർലോസ് ആൻഡ് ഇറ്റ്സ് ഡിയോങ്. അളിയ തൂറാം അതെടുത്ത ടാക്കിൾ ഇട്ടെ. വാട്ട് എ ടാക്കിൾ ഫ്രം തൂറാം. പൊളിച്ച്. എടാ അവിടെ എടുത്ത് ക്ലിയർ ചെയ്തേ. ഓക്കെ ഗുഡ് വൺ ആൻഡ് ക്രോയിഫ് ഹെഡ് ചെയ്ത്. ഓക്കെ എട്ടോ ആൻഡ് ഇറ്റ്സ് ക്രോയിഫ്. ഓക്കെ ലോഫ്റ്റ് കളിക്കാം. ഓക്കെ എട്ടോ മേക്കിങ് റൺ. എട്ടോ അത് ആരെടുത്ത്? വിയേര വന്നിട്ടാ. കാർലോസ്. എടാ കോളർ. ഓക്കെ ഡിയോങ്. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. തൂറാം ആൻഡ് ഇറ്റ്സ് ക്രോയിഫ് ത്രൂ ബോൾ ടു പിർലോ. വിയേര കവർ ചെയ്തിട്ട് അവിടെ. ഫെറി ആൻഡ് ഇറ്റ്സ് ഡിയോങ്. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. വിയേര നെറ്റ്വേഡ് ത്രൂ ബോൾ ടു സ്ലാട്ടൻ. ടേൺ എടുക്കാം. ഓക്കെ ഡബിൾ ടച്ച് അടിക്കാം. സ്ലാട്ടൻ. അടാ ബ്ലോക്ക് ഫ്രം ഫെറി. കോർണറാണ് ഗൈസ്. 89 മിനിറ്റായി. അവൻ പോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെന്ത് 89-ാം മിനിറ്റിലൊരു പോസ് ചെയ്യല്? സബ് ഇറക്കാനാണോ? സബ്ബൊന്നും വന്നിട്ടില്ലല്ലോ അവൻ്റെ അടുത്തുനിന്ന്. അത് 89-ാം മിനിറ്റിലൊരു പോസിങ് എക്സിറ്റ് അടിക്കാനാണോ? കുഴപ്പമില്ല, നമ്മളെ റെക്കോർഡാണ്, അതിൻ്റെ സീനിലായിട്ടില്ല. എന്നാലും എന്തിനാ പോസ് ചെയ്ത്? ഇവിടെ പോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സബ് ഇറക്കാനാണെങ്കിൽ ഓക്കെ, പക്ഷേ എന്ത് തേങ്ങയോ. ഓക്കെ വന്നിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ആയോ? ഇല്ല. നെറ്റ്വേർഡാണ് ഗൈസ്. നെറ്റ്വേർഡ്. ഓക്കെ ഹാൻഡ് ഇറ്റ് സെറ്റോ. ഗോളായി ഗൈസ്. ഓക്കെ ഇറ്റ്സ് 2-0. അപ്പോൾ നമ്മൾ വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വിൻ തന്നെ ആയി, ഇനി വഴികല്ല. ഓക്കെ വിയേരി ക്രോയിഫ് വിയേരി. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വിയേര. ഓക്കെ നെറ്റ്വേർഡ് ലോഫ്റ്റ് അടിച്ചു. എട്ടോ ഹെഡ് ചെയ്യോ. ഓക്കെ ഗുഡ് ഫ്രം സ്ലാട്ടിന് കിട്ടിയില്ല. തൂറാം ബെസ്റ്റാണ്. ബെസ്റ്റിൻ്റെ ട്രിബിളിങ് സീനാണ്. ഓക്കെ ക്രോയിഫ് ടാക്കിൾ ചെയ്തേ. ഓക്കെ ഗുഡ് ടാക്കിൾ ഫ്രം ബെയിൽ. അളിയ എടാ ടാക്കിൾ. ഓക്കെ ഗുഡ് വൺ നെറ്റ്വേർഡ്. ഓക്കെ ഇസാനെ കളി കഴിഞ്ഞിരിക്കുകയാണ്. 2-0 ലീഡ് കിട്ടിയിട്ടുണ്ട്. ക്രോസ് പാമിങ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ കാരണം അവന് ക്രോസിനാ ടൈം അധികം കിട്ടിയിട്ടില്ല. ആകെ ഒരു ക്രോസ് 2 ക്രോസ് വന്നു വന്നിട്ട് ടോട്ടൽ നോക്കുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് 2 ക്രോസ് വന്നിട്ടുള്ളൂ. നമ്മൾ 4 ക്രോസ് ഇട്ട്. സോ കംഫർട്ടബിൾ വിൻ തന്നെയാണ്. 8 ഷോട്ട് കൊണ്ട് ഇറക്കിയിട്ട് 3 ഷോട്ട്. സെക്കൻഡ് ഹാഫിൽ അനങ്ങിയിട്ടില്ല. കിടിലൻ കളിയായിരുന്നു. ഇന്റർസെപ്ഷനിൽ അവൻ കുറച്ച് മുന്നിലാണെന്നുള്ളൂ. പാസിങ്ങിലും സക്സസ്സിൽ തന്നെയാണ്. ടാക്കിൾ ഇന്റർസെപ്ഷൻ നമ്മൾ നന്നായി കളിച്ചേക്കണോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചേക്കണം. എന്തായാലും കളിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ മാൻ ഓഫ് ദി മാച്ച് റൂമേനാണ്. പക്ഷേ ആ ഫസ്റ്റത്തെ ഗോളിക്ക് എത്തി. നമുക്ക് എന്തായാലും റിപ്ലൈ ആണ്. ഇത് പിർലോ കിടലായിരുന്നു. മോശം കളി മത്യൂസിനെ ഇറക്കാത്തതുകൊണ്ടാണ് ശരിക്കും. ഓക്കെ സോ ഫെറിയാണ് അവൻ്റെ മാൻ ഓഫ് ദി മാച്ച്. പിന്നെ വിയേര നന്നായി കളിച്ചു. കുഴപ്പമില്ലാത്ത സ്കോഡാണ് കേട്ടോ അവൻ്റെ. സോ എന്തായാലും നമുക്ക് ഹൈലൈറ്റും കാര്യങ്ങളും കാണാം. ഇതായിരുന്നു ഇത് ഷോട്ട് ഡിയോങ്ങിൻ്റെ. ഇത് നമ്മുടെ ഇവൻ സേവ് ചെയ്ത് ഒലിവർ ഖാൻ.
ഓ ഏതാ ചാട്ടോ ഒലിവർ ഖാൻ്റെ പറക്കു. വാവ് ഏതാ സാധനം, എന്തായാലും കയറി വരുന്നത് പോയി. ഇത് ഗോള് ഓടോ, അതാ പിർലോൻ്റെ ടാക്കിൾ കുറച്ച് കാണിച്ചില്ല, അത് എന്താ ഗോള്, അതൊരു സെൻസേഷണൽ ഗോളായി. ചേന ആ ടാക്കിളിനാണ് മാർക്ക് കൊടുക്കുന്നുണ്ട്, ഗോളിനല്ല. ഗോൾ അടിപൊളിയാണ്, എന്നാലും റൂമിയ റണ്ണെടുത്ത് ഡെസേലിനെ മറി കെട്ടാന്ന് കണ്ടോ, ആ ഒരു ആക്സലേഷൻ അവിടെയാണ് കളി കൈ കിട്ടിയത്. പിന്നെ ആ കേള് അതൊരു പെർഫെക്റ്റ് ആയിരുന്നു, കിടിലൻ ഗോളായി റൂമിയുടെ. ഇത് തൂറത്തിൻ്റെ, ഓ ഇതാ ഡിപ്പിങ് ഇറങ്ങിയതല്ലേ എൻ്റെ പൊന്ന, ഇത് ഗോളെ കത്തിയിരുന്നു. ഏതാ, ഓ സ്പീഡ് നോക്ക് പന്തിൻ്റെ, സും. ഇത് ക്രിസ്ത്യാനോയുടെ ഷോട്ട്, ആ ഹെഡ് ചെയ്ത് ബെയിലിൻ്റെ കിടിലൻ ക്രോസ് ആയിരുന്നു. അണ്ണൻ പുറത്തേക്ക് അടിച്ചറാ, അണ്ണൻ ചയിച്ചുകൊണ്ട്, അണ്ണൻ ചാമ്പി. അണ്ണൻ അങ്ങനെ ചയിക്കുമ്പോൾ ചതിച്ചില്ല, കുഴപ്പമില്ല അണ്ണാ, ചാൻസ് തരില്ല കേട്ടോ. ഇനി സ്ലാറ്റൻ ഇറക്കി വിടും. ഇത് സ്ലാറ്റൻ്റെ സ്ലാറ്റൻ ഇറക്കാൻ പറ്റില്ല, സ്ലാറ്റൻ ഓപ്പൺ ഡബിൾ ടച്ച് കൊണ്ടേ കളഞ്ഞു. പക്ഷേ ഒന്നായി ബ്ലോക്ക് ഇട്ടു അവിടെ ഫെറി, വേറെ കാര്യം. ഇതായിരുന്നു ഗോള്. എട്ടോൻ്റെ ഒരു കിടിലൻ ഹെഡാണ്, തുളച്ചു പറയാം. പീച്ചേഴ്സ് മൈക്കിളിനെ തുളച്ച് കയറ്റി, വെടികൊണ്ടായിരുന്നു ഹെഡ്, ബുള്ളറ്റ് ഹെഡർ ഇല്ലാത്ത ബുള്ളറ്റ് ഹെഡർ. ഓക്കെ, അത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ സോ സെറ്റ് കളി തന്നെ ആയിരുന്നു, ഒന്നും പറയാല്ല. കിടലായിട്ട് തന്നെ കളിച്ചു, കംഫർട്ടബിൾ വിന്നായിരുന്നു. അപ്പോൾ ഈ ടൂറിൽ നമ്മൾ അൺബീച്ചനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ എല്ലാ കളി ഇറങ്ങണില്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ കളിയായിട്ട് ഇറങ്ങിയില്ല. അതിന് കളി ഞാൻ ആ ടൈമിൽ പിന്നെ ഇറക്കേണ്ട വരാം. വെറുതെ എന്തിനാണ് വെറുതെ കളി നോക്കണ് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓപ്പോണ്ട് പോയിന്റ് നമ്മൾ കളിച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കളിക്കാൻ ടൈമില്ലെങ്കിൽ ഞാൻ നോ പറയാം നമ്മുടെ ടീമിൻ്റെ അടുത്ത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ കളിക്കും, ഓക്കെ മാക്സിമം കളിക്കും. കുറേ ദിവസം ലൈവ് ഒന്നുമില്ല, ആ നേരത്തൊക്കെ കളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ വെഴുകാണ്ട് ഇടണം, നാളെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ കളി എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ടൂർണമെൻറ്റ് ഗെയിം പ്ലേയും പാക്ക് ഓപ്പണിങ് പലതരം വീഡിയോ ആയിട്ട് വരും. എന്തൊക്കെ വീഡിയോ വേണ്ടതെന്ന് ജസ്റ്റ് താഴെ പറഞ്ഞാൽ മതി. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ ഈ മാനേജർ റിവ്യൂ ഇട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർമാറ്റ് റിവ്യൂ ഇട്ടുണ്ട്, എല്ലാം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.